ശ്രീ എം എ നിഷാദ്, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റമായിട്ടാണോ താങ്കൾ ഇതിനെ കാണുന്നത്? ഇപ്പോൾ താങ്കൾ ഒരു ഇടത് അനുഭാവിയാണല്ലോ. അപ്പോൾ ഇടത് സർക്കാർ ഏത് മേന്മയുടെ അടിസ്ഥാനത്തിലായിരിക്കാം രഞ്ജിത്തിനെ ഈ സ്ഥാനത്ത് ഇരുത്തിയിട്ടുണ്ടാവുക? കാരണം ഇടത് രീതികളല്ല, രാഷ്ട്രീയം, സിനിമയ്ക്ക് രാഷ്ട്രീയം വേണ്ട, സിനിമയ്ക്ക് രാഷ്ട്രീയമില്ല എന്നുകൂടി പറയുകയാണ് ചലച്ചിത്രമേളയുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. കാരണം വിവിധ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ, വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയം പറയുന്ന സിനിമകളാണ് ഈ മേളയ്ക്കെത്തുന്നത്. ആ സിനിമകൾ ജനങ്ങളിൽ, കാഴ്ചക്കാരിൽ പലതരത്തിൽ സ്വാധീനമുണ്ടാക്കുന്നുണ്ട്. ഈ സ്വാധീനമുണ്ടാക്കുക എന്ന് പറയുമ്പോൾ കൊല്ലാനും കുത്തിക്കൊല്ലാനും മാത്രമുള്ള സ്വാധീനമല്ലല്ലോ, അത്തരം സിനിമകൾ കണ്ട് സ്വാധീനപ്പെടുക എന്ന് മാത്രമല്ലല്ലോ അർത്ഥമുണ്ടാക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്. അപ്പോൾ സിനിമയ്ക്ക് രാഷ്ട്രീയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു രക്ഷപ്പെടലല്ലേ? അദ്ദേഹം എടുത്ത ചില സിനിമകളിലെ രാഷ്ട്രീയം ചോദ്യം ചെയ്യപ്പെടുന്നത് കൊണ്ട് പറഞ്ഞതാണോ? രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം വേണം. തീർച്ചയായിട്ടും അങ്ങനെയാണ്, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട്, സിനിമ ഈ നൂറ്റാണ്ടിൻ്റെയും അടുത്ത നൂറ്റാണ്ടിൻ്റെയും കല അല്ലെങ്കിൽ മാധ്യമമാണെന്ന്. സിനിമയിലൂടെ ചിന്തിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും അതനുസരിച്ച് അതിനെ സിനിമ എന്ന മാധ്യമത്തെ സ്വായത്തമാക്കി അതിലൂടെ സഞ്ചരിക്കുന്ന എത്രയോ കലാകാരന്മാരുണ്ട്, എത്രയോ പ്രതിഭാധനരുണ്ട്. അവർ സമൂഹത്തിനോട് സംസാരിക്കുന്നത്, സമൂഹത്തോട് സംവേദിക്കുന്നത് അവരുടെ സിനിമകളിലൂടെയാണ്. സമൂഹത്തിൽ നിന്ന് തന്നെയാണ് സിനിമയ്ക്ക് ആവശ്യമുള്ള കഥകൾ എടുക്കുന്നത്. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യം, അദ്ദേഹത്തിന് ഇന്ന് തുടങ്ങിയ ധാർഷ്ട്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് അറിയാവുന്ന രഞ്ജിത്തിന് ഈ പറയുന്ന ഒരു ധാർഷ്ട്യം ഇത്ര രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയുമ്പോൾ കയ്യൊപ്പം അതുപോലുള്ള സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന് എഴുതുന്ന കഥാപാത്രങ്ങളുടെ ഒരു സ്വാധീനം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനും പറ്റത്തില്ല. കാര്യം എന്നും ആ കൂട്ടത്തിലങ്ങനെ. പിന്നെ അദ്ദേഹം ഇടതുപക്ഷ സഹകാരിയായിരുന്നോ, പഴയ SFIക്കാരനാണോ, ഇതൊന്നും ഡിഗ് ചെയ്തിട്ടോ ഇതെന്താണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ ഒരു സ്ഥാനത്ത്, ഒരു ചലച്ചിത്ര അക്കാദമിയുടെ സ്ഥാനത്ത് ഒരാളെ ഇരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ കണക്കിലെടുത്തുകൂടിയായിരിക്കാം. ഇല്ലെങ്കിൽ അദ്ദേഹം ഇടത് ആണെന്ന് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തൊക്കെയായാലും അദ്ദേഹത്തിന് ഏതായാലും ആ സ്ഥാനം കൊടുത്തപ്പോൾ ആ സ്ഥാനത്ത് ഇരുന്ന, ആ കസാരയിലിരുന്ന ഒരുപാട് മഹാരഥന്മാർ, ഒരുപാട് കഴിവ് തെളിയിച്ചവർ, ഷാജിൻ കരുൺ സാറിനെ പോലെയുള്ള ഒരുപാട് പേര് ആ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരുന്നിരുന്നു. അവർക്കാർക്കും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു എതിർപ്പുണ്ടായിട്ടില്ല. ഒരു ചെയർമാനെ കൂകി ഒന്നടങ്കം ഡെലിഗേറ്റ്സ് കൂകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൽ നിന്ന് മനസ്സിലായിക്കൂടെ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോയാൽ ഇവിടെ ഒന്നും ഇന്നത്തെ ഒരു ഡിബേറ്റ് കൊണ്ട് തീരത്തില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ പറഞ്ഞു വന്ന രാഷ്ട്രീയം ഒരിക്കലും ഒരു ഇടതുപക്ഷ സഹകാരിക്ക് പറ്റിയ രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാര്യം എപ്പോഴും ഒരു മാടമ്പിത്തരവോ അല്ലെങ്കിൽ സവർണ മേധാവിത്വമോ അല്ലെങ്കിൽ സവർണ മേധാവിത്വം എന്ന് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നതാണ്. അദ്ദേഹം അതാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എപ്പോഴും അത്തരം കാര്യങ്ങൾ തന്റെ സിനിമകളിലൂടെ കൊണ്ടുവന്നു. ഒരുപക്ഷെ ഒരു കൊമേഴ്ഷ്യൽ ബിജുവിനെതിരായ വ്യക്തിപരമായ പരാമർശം അല്ലെങ്കിൽ ഡോക്ടർ ബിജു ഒരു പ്രതിഭയല്ല എന്നും പ്രസക്തിയില്ല, അദ്ദേഹത്തിന്റെ പ്രസക്തി അദ്ദേഹം പരിശോധിക്കണമെന്നൊക്കെ പറയാൻ ആരാണ് രഞ്ജിത്ത് എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് വരുന്നത്. അതിന് മുമ്പ് ശ്രുതി ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ. കാര്യം ഇപ്പോൾ ഏറ്റവും വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബിജുവിനെതിരായിട്ടുള്ള, ഡോക്ടർ ബിജു അന്താരാഷ്ട്ര തലത്തിൽ കഴിവ് തെളിയിച്ച ആളാണ്, ഇല്ലേ? ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ നടന് നാഷണൽ അവാർഡ് കിട്ടിയത് ഡോക്ടർ ബിജുവിൻ്റെ പടത്തിലൂടെയാണ്. ഇപ്പോൾ ഡോക്ടർ ബിജുവിന് റിലവൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് രഞ്ജിത്തല്ല. ഇപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് വിജയിച്ച സിനിമകളുടെ സംവിധായകൻ മാത്രമാണ് സംവിധായകൻ എന്ന് രഞ്ജിത്ത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ രഞ്ജിത്ത് മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം രഞ്ജിത്ത് ഒരുപാട് നല്ല സിനിമകൾ ഞാൻ ഉൾപ്പെടെ കൈയടിച്ച് രഞ്ജിത്തിന് വർഷങ്ങൾക്ക് മുമ്പ് കയ്യൊപ്പം എന്ന് പറഞ്ഞ സിനിമ കണ്ട ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.